വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഉണ്ടപ്പൻ മോൺസ്റ്റർ അവനാണെങ്കിൽ ഷെൽട്രോണിന്റെ സഹായത്താൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും കുഞ്ഞാക്കി മാറ്റുകയാണ്. നമ്മുടെ മൊട്ടപ്പനാണെങ്കിൽ കുഞ്ഞായി മാറി മുകളിലേക്ക് നോക്കും. അടുത്ത നിമിഷം കുഞ്ഞായി മാറിയ ഗോക്കുവും വജീറ്റയും അവർ രണ്ടുപേരും താഴേക്ക് വന്ന് വീഴുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ വണ്ടറടിക്കും, നിങ്ങൾക്ക് എത്തുപറ്റി, നിങ്ങൾ എങ്ങനെ ചെറുതായി? എന്നിട്ട് ഗോക്കു ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. ചെറുതാവാനോ ഞങ്ങളോ? നിന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ച് അവനാണെങ്കിൽ വജീറ്റയെ നോക്കും. അപ്പോൾ വജീറ്റയും ചെറുതായിരിക്കുകയാണ്. പിന്നീട് പിക്കലോ അങ്ങനെ ഓരോരുത്തരും ചെറുതായിരിക്കുന്നത് കണ്ട് അവർ ഷോക്കാവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ തിരിച്ചറിയും ആരോ അവരെ ചെറുതാക്കി മാറ്റിയെന്ന്. കട്ട് ചെയ്ത ഇവിടെ ഉണ്ടപ്പൻ മോൺസ്റ്റർ അവനാണെങ്കിൽ ഇപ്പോ തുള്ളിച്ചാടും. വാവ്, ഇത് കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവുമായിരുന്നുവെങ്കിൽ ഞാൻ ആ തേർഡായി ആതാ ഷെൽട്രോണോട് ചോദിച്ചേനെ. അതിരിക്കട്ടെ നമുക്കിയൻ, നിങ്ങളെ കൊണ്ട് ആ അസുര ലോകത്തുള്ള ഡ്രാഗൺ ബോൾസ് അത് ഇതുപോലെ ഒന്നിപ്പിക്കാൻ കഴിയില്ലേ? അതിന് ആ ഒരു അപ്പാപ്പൻ നമുക്കേൻ പറയും, അതിന് നീ ആദ്യം ആ ടമാഗമസുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിക്കണം. ആ ഉണ്ടപ്പൻ മോൺസ്റ്റർ ആണെങ്കിൽ ഫുൾ കലിപ്പിൽ വീണ്ടും ആ എൽഡർ നമുക്കേനോട് ഒരിക്കൽ കൂടെ ഷെൽട്രോൺ ഉപയോഗിച്ച് അടുത്ത എന്റെ വിഷ സാധിപ്പിക്കാൻ കഴിയുമോ ചോദിക്കും. അതിന് അദ്ദേഹം പറയും, ഇനി അത് പെട്ടെന്ന് എന്നെ കൊണ്ട് സാധ്യമാവില്ല. ഉടനെ അവൻ ചുറ്റും നോക്കും. നമ്മുടെ ഡണ്ട ആണെങ്കിൽ ഒരു കൈക്കുഞ്ഞായിരിക്കുകയാണ്. ഇവനിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെയുള്ളവർക്ക് പല കാര്യങ്ങളിലും സഹായമാവുകയുള്ളൂ. ഇവനെ നമ്മൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇവനെ വെച്ച് പലതും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയും. സോ എത്രയും വേഗം കിവനുമായിട്ട് ഇവിടുന്ന് കടന്നു പോകണമെന്ന് പറയും. അടുത്ത നിമിഷം ആ സ്പൈക്കിനാണെങ്കിൽ ഇപ്പൊ കുഞ്ഞൻ ഡണ്ടയെ പിടിച്ചു വലിക്കുകയാണ്. ആ ഒരു ബ്ലാക്ക് മാൻ ആണെങ്കിൽ പിന്നാലെ പോവുമെങ്കിലും അടുത്ത നിമിഷം അവർ ആ പേടകത്തിൽ കയറി അവിടുന്ന് സ്ഥലം വിടും. ബുൽമയും ചീച്ചിയും ആണെങ്കിൽ ഇപ്പൊ ട്രങ്ക്സിനെയും ഗോട്ടനെ നോക്കും. അവർ രണ്ടുപേരും കൈക്കുഞ്ഞുങ്ങളായിരിക്കുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം പറയും, നമ്മൾ രണ്ടുപേരും കുഞ്ഞുങ്ങളായി. അതിനുശേഷം അവര് കളിക്കാനായിട്ട് തുടങ്ങും. ഗോക്കുവും വജീറ്റയും അവരാണെങ്കിൽ ചുറ്റും നോക്കും. അവരുടെ ടീമിലുള്ള എല്ലാവരും കുഞ്ഞുങ്ങളായി മാറിയിരിക്കുകയാണ്. ബുൽമയാണെങ്കിൽ അത്ഭുതപ്പെട്ട് കണ്ണാടിയിലേക്ക് നോക്കും. ഞാനിപ്പോ കൊച്ചു പെണ്ണായി, ഒരു ചുന്ദരി പെൺകുട്ടിയായി. സെയ്റ്റാൻ ആണെങ്കിൽ ഇടയിലേക്ക് വന്ന് സംസാരിക്കും. അവർക്കാണെങ്കിൽ ആദ്യം സെയ്റ്റാൻ ആരാണെന്ന് മനസ്സിലാവില്ല. ഉടനെ കൊച്ചുകുട്ടിയായ അവരും പറയും, ഞാൻ സെയ്റ്റാനാണ്, ഞാനും നിങ്ങളെപ്പോലെ ചെറുതായി മാറി. അവരെല്ലാവരും ചുറ്റും നോക്കും. അവിടെയുള്ള സാധാരണ ജനങ്ങൾ, സ്റ്റാഫുകൾ അവരാരും കുഞ്ഞുങ്ങളായി മാറിയിട്ടില്ല. അവരുടെ ടീമിലുള്ളവർ മാത്രമാണ് കുഞ്ഞുങ്ങളായി മാറിയത്. ഈച്ചിക്കും ബുൽമയ്ക്കും ആണെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ കുറച്ച് ഇഷ്ടമാവും. നമ്മൾ രണ്ടുപേരും നല്ല എന്ന് പറയും. അപ്പോഴായിരിക്കും അവൾ വജീറ്റയെ ശ്രദ്ധിക്കുക. വാവ്, എന്റെ ഹസ്ബൻഡ് വജീറ്റയും അവനും ചെറുതായി. പിക്കലോ ആണെങ്കിൽ വജീറ്റയോട് പറയും, ആരോ ഷെൽട്രോണെ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അത് സംഭവിച്ചത്. ഉടനെ സെയ്റ്റാൻ ആണെങ്കിൽ ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് ഞാനുണ്ടെന്ന് പറയും. ആ സമയം അവരവിടെ നിന്ന് കടന്നു പോവാണ്. പ്രിയങ്കായ ആണെങ്കിൽ ഗോകുവിനോട് പറയും, ടെമ്പിളിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, എന്തോ ഒരു വലിയ അപകടം, അതെന്താണെന്ന് കണ്ടെത്തണം. ഉടനെ ഗോകു ആണെങ്കിൽ ഞാൻ പോയി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഫ്ലൈ ചെയ്യും. പക്ഷെ ഗോകുവിനാണെങ്കിൽ പ്രോപ്പറായിട്ട് പറക്കാൻ സാധിക്കാതെ അവൻ താഴേക്ക് വീഴുകയാണ്. ഉടനെ മാസ്റ്റർ റോഷി ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. റോഷിയെ കണ്ട് ഇപ്പൊ ഗോകുവിന് മനസ്സിലാവില്ല. അതിന് മാസ്റ്റർ പറയും, പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാണ് മാസ്റ്റർ റോഷി. ഇനി എന്നെ കിളവനെന്നൊന്നും ആരും തന്നെ വിളിക്കാനായിട്ട് പാടില്ല. ഞാനാണ് യങ് മാസ്റ്റർ റോഷി എന്ന് പറഞ്ഞ് അവൻ അവിടെയുള്ള പെൺകുട്ടികൾക്ക് ഫ്ലൈയിങ് കിസ് കൊടുക്കും. ഉടനെ സുപ്രീം കൈസ് ആണെങ്കിൽ അവിടേക്ക് വന്ന് നമുക്ക് ഒരുമിച്ച് ടെമ്പിളിലേക്ക് പോവാന്ന് പറഞ്ഞ് അവരെല്ലാവരും ടെമ്പിളിലേക്ക് വന്ന് ഇപ്പൊ ബ്ലാക്ക് മാനോട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. അതിനവൻ പറയും, ഇവിടേക്ക് ആരൊക്കെയോ വന്നു, അവർ ഡണ്ടയെ കൊണ്ടുപോയി. അവർ ഡീമൺ സ്ലേമ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവിടേക്ക് വന്നത്. ഈ സുപ്രീം കായ പോലെ ആയിരുന്നു അതിലൊരാളെ കാണാനുണ്ടായിരുന്നത്. അത് കേട്ട് അവർ ഞെട്ടും. ഓ നോ, അവനെന്റെ ബ്രദറാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. അവരോടൊപ്പം തന്നെ ഒരു ഉണ്ടപ്പൻ ഉണ്ടായിരുന്നു. അവൻ വളരെ അറഗന്റ് ആയിരുന്നു. അവരോടൊപ്പം നേമാന്ന് പേരുള്ള ഒരു വയസ്സായ നമുക്കേനും ഉണ്ടായിരുന്നു. അത് കേട്ട് സുപ്രീം കായ് ഡബിൾ ഷോക്കാവും. അദ്ദേഹം ഒരു ലെജൻഡറി നാമക്കേനാണ്. സോ അദ്ദേഹമാണ് അപ്പൊ ഭൂമിയിലെ ഈ ഒരു ഡ്രാഗൺ ബോൾസ് എല്ലാം കൺട്രോൾ ചെയ്തതല്ലേ. ബ്ലാക്ക് മാൻ ആണെങ്കിൽ അവരോട് പറയും, ആ ഒരു എൽഡർ നമുക്കേന്റെ സഹായത്താലാണ് അവർ ഷെൽട്രോണെ കൊണ്ടുവന്നത്. ആ ഒരു ഉണ്ടപ്പനാണെങ്കിൽ നമ്മളെല്ലാവരും ചെറിയ സൈസിലേക്ക് പോവാനായിട്ട് ഡ്രാഗണിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ഇപ്രകാരമായി മാറിയത്. അവസാനമായിട്ട് ഡണ്ടയെയും അവർ കൊണ്ടുപോയി. ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും, എത്രയും വേഗം ഡണ്ടയെ രക്ഷിക്കണം, ഒട്ടും സമയം കളയാനില്ല, നമുക്ക് അവിടേക്ക് പോകണം. അതിന് സുപ്രീം കായ് പറയും, അത്ര എളുപ്പത്തിൽ നമുക്ക് അവിടേക്ക് പോകാനായിട്ട് കഴിയില്ല. ആളാണെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന കായിയോട് ഇപ്പൊ അവരുടെ ആ ഒരു വലിയ പേടകം അത് കൊണ്ടുവരാനായിട്ട് പറയും. അവൻ നിമിഷങ്ങൾക്കകം ആ പേടകമായിട്ട് തിരികെ വരും. സുപ്രീം കായ് ആണെങ്കിൽ ആ സ്പേസ് ഷിപ്പ് അത് ചെക്ക് ചെയ്യും. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഓന്നോ, ഒരുപാട് കാലമായി ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കണം. അതിന് ഗോകു പറയും, ബുൽമയ്ക്ക് ഇത് ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റും, ഞാൻ എത്രയും വേഗം അവളുമായിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പറക്കാൻ ശ്രമിക്കും. പക്ഷെ കൺട്രോൾ പോയി അവൻ അവിടെ പിടിച്ചു നിൽക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ അവനെ കളിയാക്കും. ഗോകു ആണെങ്കിൽ അവനോട് പറക്കാനായിട്ട് ആവശ്യപ്പെടും. അവന്റെ കൺട്രോളും പോയി തെങ്ങിലിടിക്കുകയാണ്. കാര്യം മനസ്സിലാക്കിയ സുപ്രീം കായ് ആണെങ്കിൽ ഇപ്പോ ബുൽമയെയും വജീറ്റയും അവിടേക്ക് കൊണ്ടുവരും. അപ്പോഴാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇൻസ്പെക്ട് ചെയ്യും. കുഴപ്പമില്ല, ഇത് ഞാൻ ശരിയാക്കി തരാം, പക്ഷെ 10 ദിവസമെങ്കിലും എനിക്ക് സമയം വേണം. ഗോകു ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അയ്യോ ഇല്ല, ഡെൻഡയുടെ ജീവൻ അപകടത്തിലാണ്, എത്രയും വേഗം നമുക്ക് പോകണം.
സുപ്രീം കായാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും. ഡണ്ടയെ ഉപയോഗിച്ച് മറ്റെന്തോ ആണ് അവരുടെ ലക്ഷ്യം. അവന്റെ ജീവനൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. സോ 10 ദിവസത്തിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി അവിടേക്ക് പോവാമെന്ന് പറയും. ഇമ്മയാണെങ്കിൽ സുപ്രീം കായോട് ആവശ്യപ്പെടും, എനിക്ക് എത്രയും വേഗം വീട്ടിലേക്ക് പോകണം. ഇതിന് പറ്റിയ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ എനിക്ക് വീട്ടിൽ ലാബിൽ വെച്ച് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഇപ്പോ ബുൽമയുടെ വീട്ടിലേക്ക് വരികയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ തിരികെ എത്തി കാര്യമായിട്ട് ഡിസ്കഷൻ നടത്തുമ്പോൾ ഗോക്കു മാത്രം ഭയങ്കരമായിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. അവൻ ഒരുപാട് നേരം ട്രെയിനിങ് എടുത്തെടുത്ത് ഒരു ചെറിയ പില്ലർ തകർക്കും. ഓ നോ, ഇങ്ങനെ പോവാണെങ്കിൽ ബാക്ക് ടു നോർമൽ ആവാൻ ഒരുപാട് വർഷക്കാലം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് കടന്നുപോകും. അതേസമയം സുപ്രീം കായാണെങ്കിൽ ഇപ്പോ ഡെയ്മൺ റെലമിനെ കുറിച്ച് സംസാരിക്കും. പണ്ട് അവിടേക്ക് ആർക്ക് വേണമെങ്കിലും പോവാനും പുറത്തേക്ക് വരാനും സാധിക്കുമായിരുന്നു. പിന്നീട് അവിടെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നു. ഇപ്പൊ എല്ലാവർക്കും അവിടേക്ക് പോകാനോ അവിടുന്ന് പുറത്തേക്ക് വരാനോ സാധിക്കില്ല. ഇവിടെ ബുൽമയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ഡിവൈസ് കണ്ടെത്തും. അതിനുശേഷം ഇപ്പോ സുപ്രീം കായ് കിബൂട്ടയോട് അവൾ ഓർഡർ ചെയ്ത ഫുഡ് അതൊന്ന് വാങ്ങിക്കൊണ്ട് തരാമോ എന്ന് ചോദിക്കും. അവനാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടാവില്ല. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗോക്കു, അവനാണെങ്കിൽ ടെമ്പിളിലുള്ള ആ ക്യാറ്റിന്റെ അടുത്തേക്ക് വരികയാണ്. വാവ് ഗോക്കു, നിന്നെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായല്ലോ. ഗോക്കു ആണെങ്കിൽ ക്യാറ്റിനോട് ചോദിക്കും, നിനക്കെന്നെ കണ്ടിട്ട് അത്ഭുതം തോന്നില്ലേ? എന്റെ സൈസ് അത് ചെറുതായി. അതിന് ക്യാറ്റ് പറയും, നീ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അവനാണെങ്കിൽ ക്യാറ്റിനോട് പറയും, എന്റെ ആ സ്റ്റിക്ക് അത് അന്വേഷിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്, പക്ഷെ അതിപ്പോ ഈ ഗോപുരത്തിന് മുകളിൽ കാണാനില്ല. അതിന് ക്യാറ്റ് പറയും, ആ സ്റ്റിക്കൊക്കെ മാസ്റ്ററിന്റെ അണ്ടറിലാണുള്ളത്. സോ മാസ്റ്റർ റോഷിയോട് ചോദിക്കുകയാണെങ്കിൽ നിനക്കത് കിട്ടും. കൂനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എത്രയും വേഗം മാസ്റ്ററിന്റെ അടുത്തേക്ക് പോയിക്കോളാം എന്ന് പറയും. ക്യാറ്റ് ആണെങ്കിൽ വിളിച്ചു പറയും, നീ നിന്റെ ഫ്ലൈങ് നിംബസ് അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. കുഴപ്പമില്ല, ഞാനത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അങ്ങനെ പറന്നു പോകും. ഒട്ടിയിടയില് ഇപ്പൊ മാസ്റ്റർ റോഷിയുടെ അടുത്തേക്ക് വരികയാണ്. മാസ്റ്റർ, നിങ്ങൾ എന്ത് ചെയ്യാ? അതിന് മാസ്റ്റർ പറയും, ഇപ്പോഴാണ് ഞാൻ ശരിക്കും യങ്ങായത്. സോ ഞാൻ എന്റെ യങ് പീരീഡ് അടിച്ചു പൊളിക്കാൻ പോവാണ്. അനുഭവിക്കാനുള്ളതൊക്കെ എനിക്കിനി അനുഭവിച്ചു തീർക്കണം ഈ ഒരു യങ് പീരീഡിൽ തന്നെ. ഗോക്കു ആണെങ്കിൽ അവന്റെ ആ ഒരു പവർ ബോൾ സ്റ്റിക്കിനെ കുറിച്ച് ചോദിക്കും. അതിന് മാസ്റ്റർ പറയും, ആ ഒരു സ്റ്റിക്ക് അതെന്റെ കയ്യിലുണ്ടെന്ന് നിനക്ക് ഉറപ്പാണോ? സത്യത്തില് എനിക്കത് എവിടെയാണെന്ന് ഓർമ്മയില്ല, ഒരുപക്ഷെ അത് എന്റെ കയ്യിൽ ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. മാസ്റ്റർ റോഷി പുറത്ത് അവളുടെ തുണിയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത് ആ ഒരു സ്റ്റിക്കിലാണ്. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ സ്റ്റിക്കുമായിട്ട് ഇപ്പൊ അവന്റെ ഫ്രണ്ട്സുകളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ ആ ഒരു സ്റ്റിക്ക് അതുകൊണ്ട് അഭ്യാസങ്ങളൊക്കെ കാണിച്ച് സ്റ്റിക്ക് അങ്ങനെ നീട്ടി കാണിക്കുകയാണ്. ബുൽമയാണെങ്കിൽ അത്ഭുതപ്പെടും, ഇത് നിന്റെ ആ പഴയ സ്റ്റിക്കല്ലേ, ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? അതിനവൻ പറയും, മാസ്റ്റർ റോഷിയുടെ അടുത്തുണ്ടായിരുന്നു, അദ്ദേഹം ഇതിൽ തുണിയൊക്കെ ആറാനിട്ടിരിക്കുകയായിരുന്നു. തിരിച്ചു കിട്ടിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് എത്രയും വേഗം ആഹാരം കഴിക്കണം, നന്നായിട്ട് വിശക്കുന്നു പറഞ്ഞ് അവ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും വീണ്ടും ആ ഒരു സ്പേസ് ഷിപ്പ് അവിടേക്ക് വരിക. അതുകൊണ്ട് അവരെല്ലാവരും ഞെട്ടും. ബുൽമയാണെങ്കിൽ അകത്തേക്ക് ഓടും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ എല്ലാവരോടും ഉറപ്പിച്ചു പറയും, ഇത് അതേ സ്പേസ് ഷിപ്പ് തന്നെയാണ്. കുറച്ച് ദിവസം മുൻപ് ഈ സ്പേസ് ഷിപ്പ് ആണ് ആ ഒരു ടെമ്പിളിലേക്ക് വന്നത്, പക്ഷെ കളർ മാത്രം അല്പം ഡിഫറെന്റ് ആണെന്ന് പറയും. അടുത്ത നിമിഷം ഡോർ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഒരു ബ്ലൂ മാൻ പുറത്തേക്ക് കടന്നു വരികയാണ്. ഗോക്കു ആണെങ്കിൽ നീ ആരാണെന്ന് ചോദിക്കും. അതിനവനാണെങ്കിൽ എന്റെ പേര് ഗ്ലോറിയോ എന്നാണെന്ന് പറയും. നമ്മുടെ ആൾക്കാര് നീ ആ ഡീമൺ വേൾഡിൽ നിന്നാണോ വരുന്നതെന്ന് ചോദിക്കും. അതിനവൻ പറയും അതെ. ആ ബ്ലൂ മാൻ ആണെങ്കിൽ ഗോകുവിനെ നോക്കും. നീയല്ലേ ഗോകു, എനിക്ക് നിന്റെ ഒരു സഹായം വേണം. നീ ഞങ്ങളുടെ ഡീമൺ വേൾഡിലേക്ക് വന്ന് ആ ഒരു മോൺസ്റ്റർ കോമായെ അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്ക് ആവുകയാണ്. സുപ്രീം കിങ് ഡാബുറ അവൻ മരിച്ചതിന് ശേഷം ഇപ്പോ ആ ഒരു ഉണ്ടപ്പൻ മോൺസ്റ്റർ അവൻ സ്വയമായിട്ട് കിങ് ആയിട്ട് അവരോധിച്ചിരിക്കുകയാണ്. ഉടനെ സുപ്രീം കായ് പറയും, ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആ ഒരു ചെറിയ മോൺസ്റ്റർ ആണ് കോമ. അവൻ തന്നെയാണ് നമ്മുടെ ഡണ്ടയെ ഇവിടുന്ന് കൊണ്ടുപോയത്. ഗോക്കു ആണെങ്കിൽ റെഡി ആയിട്ട് നമുക്ക് എത്രയും വേഗം പോവാം, എനിക്ക് ഡണ്ടയെ സേഫായി കൊണ്ടുവരണമെന്ന് പറയും. സുപ്രീം കായ് ആണെങ്കിൽ നീ ഗോകുവിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു ചോദിക്കും. അതിനവൻ പറയും, തേർഡ് ഡീമൺ കിങ്ങിലൂടെയാണ് ഞാൻ ഗോകുവിനെ കുറിച്ച് അറിഞ്ഞത്. ആ ഒരു ബാബിഡിയെ അവനെ കൊല്ലുന്നത് ആ വിഷ്വൽസ് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു, അതിലൂടെ ഞാനത് മനസ്സിലാക്കി. സുപ്രീം കായ് ആണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം വരുന്നു എന്ന് പറയും. അങ്ങനെ അവർ ഒരുമിച്ച് പോകാൻ തയ്യാറാവുമ്പോൾ ബുൽമയാണെങ്കിൽ അവിടേക്ക് വന്ന് എനിക്കൊരു 2 മിനിറ്റ് സമയം തരണം, നിങ്ങളുടെ ഈ പേടകത്തിന്റെ റെഫറൻസ് അതൊന്നും എനിക്ക് ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞ് അവള് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ സുപ്രീം കായ് ആണെങ്കിൽ ഗോകുവിനോട് പറയും, നമ്മൾ ഒരു കാരണവശാലും ഈ ബ്ലൂ പയ്യൻ ഗ്ലോറിയുടെ മുൻപിൽ നമ്മൾ ചെറുതായ കാര്യമോ നമ്മളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസോ തുറന്നു പറയാനോ പാടില്ല. ബുൽമയാണെങ്കിൽ ഞാനിത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. അടുത്ത നിമിഷം ഗോകു ആ പേടത്തിൽ കയറും. വായോ, നമുക്ക് എത്രയും വേഗം പോവാം. വജീറ്റി ആണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്. അതിന് ആ ബ്ലൂ മാൻ പറയും, നിന്നെക്കൊണ്ട് ഇതിലേക്ക് വരാൻ കഴിയില്ല, 3 പേർക്ക് മാത്രമേ ഈ പേടകത്തിൽ അറ്റ് എ ടൈം ട്രാവൽ ചെയ്യാനായിട്ട് കഴിയൂ. വജീറ്റി ആണെങ്കിൽ വാശി പിടിക്കും. ഉടനെ സുപ്രീം കായ് ആണെങ്കിൽ അവനോട് പറയും, ബുൽമ ആ ഒരു പേടകം റെഡിയാക്കിയതിനു ശേഷം നിനക്ക് ആ പേടകത്തിൽ അവിടേക്ക് എത്താമെന്ന് പറയും. അങ്ങനെ അവൻ ഓക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവിടെ നിന്ന് കടന്നു പോകുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.